ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നവരാത്രി 5ാം ദിവസമാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇന്നത്തെ വ്ളോഗിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദേവീ ഭാവം എന്ന് പറയുന്നത് കൂഷ്മാണ്ഡ എന്ന് പറയുന്ന ഒരു ഭാവമാണ് ഭഗവതിക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. കൂഷ്മാണ്ഡ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ ഊഷ്മളമായ പ്രപഞ്ചമാകുന്ന മുട്ട. അതായത് അത്രയും ഊഷ്മളമായ പ്രപഞ്ചം തന്നെ ഒരു അണ്ഡമായി ഒരു മുട്ടയോട് ഉപമിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കാണത്. അപ്പോൾ ഇത്രയും ഊഷ്മളമായ പ്രപഞ്ചത്തിനെ സംരക്ഷിക്കുന്ന ഊർജസ്സിൻ്റെയും അതുപോലെ തന്നെ ശക്തിയുടെയും സ്രോതസ്സാണ് ഇന്നലത്തെ ദേവീഭാവമായ, അതായത് 4ാം ദിവസത്തെ ദേവീഭാവമായ കൂഷ്മാണ്ഡ ദേവീഭാവം എന്ന ഭാവം. അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൂര്യനുമായാണ്, സൂര്യൻ എന്ന് പറയുന്നതാണല്ലോ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്രോതസ്സുമായാണ് നമ്മൾ കൂഷ്മാണ്ഡ ഭഗവതിയുടെ കഥ പറയുന്നത്. സൂര്യൻ്റെ അതിദേവതയായാണ് കൂഷ്മാണ്ഡ ദേവി വരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജസ്സിൻ്റെയും അതുപോലെ തന്നെ ശക്തിയുടെയും ഒക്കെ ഒരു പ്രവാഹമാണ് കൂഷ്മാണ്ഡ എന്ന് പറയുന്ന ദേവീ സ്വരൂപം. അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്നിനി 5ാമത്തെ ദിവസം സ്കന്ദമാത എന്ന രൂപത്തിലാണ് നമ്മൾ ഭഗവതിയെ ആചരിക്കുന്നത്. സ്കന്ദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, ഒരു മാതാവിൻ്റെ ഭാവമാണ്. അതായത് നമ്മുടെ ശ്രീ മുരുക ഭഗവാന്റെ അമ്മയായ ശ്രീ പാർവതി ദേവിയുടെ ഒരു ഭാവമാണ് സ്കന്ദമാത എന്ന് പറയുന്ന ഈ ഭഗവതിയുടെ സ്വരൂപം. അപ്പം മാതൃത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും ഒക്കെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഉത്തമമായ ഒരു ഭാവമാണ് ഇന്ന് ദേവിക്കുള്ളത്. അപ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ദേവിക്ക് ഞാനിന്ന് ചാർത്തിയിരിക്കുന്നത്. ഇന്ന് പച്ച നിറം തന്നെയാണ്, ഞാൻ ഇട്ടിരിക്കുന്നത് പോലും പച്ചയാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇന്ന് ധരിച്ചത്. അപ്പോൾ അതുപോലെ ദേവിയെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് ദേവിയെ ആരാധിക്കാം. അതിന് ഇന്ന രീതി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എത്ര തന്നെ പൂജകൾ ചെയ്താലും നമുക്കറിയാവുന്ന ഒരു രീതിയിലുള്ള പൂജകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കണ്ടതും നമ്മൾ ശീലിച്ചു വന്നതുമായ പൂജാരീതികൾ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് ഭഗവതി ക്ഷമിച്ചോളും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വിചാരിച്ച് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് നമ്മൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ സ്കന്ദ മാത എന്നുള്ള ദേവി ഭാവവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അത് ഒരു വലിയ കഥയായി നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അസുരൻ സ്ത്രീകളെയും അതുപോലെ തന്നെ ദേവലോകവും ഒക്കെ ആക്രമിക്കാൻ തക്കം പാത്ത് ഇങ്ങനെ വിലസി നടക്കുന്ന ഒരു കാലയളവിൽ ദേവന്മാരെല്ലാം പരിഭ്രാന്തരായി എവിടെ പോകാൻ തീരുമാനിക്കുന്നു? കൈലാസത്തിലേക്ക് മഹാദേവനെ ദർശനം ചെയ്ത് ഇതിനൊരു പരിഹാരം ആരാഞ്ഞുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് പറയാനുള്ളത്, ഈ ശൂരപത്മാസുരനെ വധിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? പുരാണങ്ങളിലെല്ലാം ഉള്ളതാണ്, സ്കന്ദപുരാണത്തിലും ഒക്കെ ഉള്ളതാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ദേവലോകത്തുള്ള എല്ലാവരും പരമശിവനെ കാണാനായി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ ശിവപുത്രൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ചന്ദ്രഖണ്ഡ ഭാവത്തിലുള്ള ഭഗവതിയാണ്. ശ്രീ പാർവതി പരമേശ്വര വിവാഹമാണ് അതിനുശേഷം നടക്കുന്നത്. അതിനുശേഷമാണിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും കുറേ വർഷങ്ങൾ കഴിഞ്ഞും പിന്നെ ഒന്നും ജനിക്കുന്നില്ല എന്ന് കണ്ട ദേവന്മാർ ആവലാതിപ്പെട്ടുകൊണ്ടാണ് പത്മാസുരനിൽ നിന്നുള്ള ശല്യം അവർക്ക് എങ്ങനെ നിലനിർത്താൻ കഴിയും, അതിന് മഹാദേവനെ കണ്ടാലേ സാധിക്കൂ എന്ന് പറഞ്ഞാണ് അവർ കൈലാസത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. അവിടെ എത്തുമ്പോൾ ഭഗവാൻ ധ്യാനത്തിലായിരിക്കും. അപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഭഗവാൻ കാണുന്നത് ദേവന്മാരെ എല്ലാവരെയുമാണ്. അപ്പോൾ ആദ്യം നന്ദി പുറത്ത് കാവൽ നിൽക്കുമല്ലോ കൈലാസത്തിൽ. നന്ദി ഇവരെ ആദ്യം പറഞ്ഞു വിടുകയാണ്, കയറ്റാൻ ഒരുപാട് വിസമ്മതിക്കും. പക്ഷേ അവരൊരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ ആണ് കൈലാസത്തിൽ ഭഗവാനെ ദർശിക്കാൻ ചെന്നെത്തുന്നത്. അപ്പോൾ ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ ഇവരെയാണ് കാണുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും,
ഞങ്ങളിതുപോലെയുള്ള ഒരു ശിവപുത്രൻ എന്നാണ് നമുക്ക് ജനിക്കാത്തത്, അത് എന്നുള്ളത് നമുക്ക് മഹാദേവനെ കണ്ടാൽ മാത്രമേ ഈ സങ്കടം അറിയിക്കാൻ കഴിയുള്ളൂ, ഈ അസുരനെ കൊണ്ടുള്ള ശല്യം നമുക്ക് അറിയിക്കാൻ എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് മഹാദേവൻ ധ്യാനത്തിൽ നിന്ന് ആദ്യം വളരെ ശാന്തനായിരുന്ന ഭഗവാൻ വളരെ ഒരു ഭീഭത്സമായ രൂപം കൈക്കൊള്ളുകയും അതുപോലെ ഭയാനകമായ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഭയാനകമായ ഒരു രൂപമായി മാറുകയും അതിൽ നിന്ന് 6 മുഖങ്ങളോട് കൂടിയ ഒരു ഭഗവാന്റെ പൂർണ്ണ രൂപം ഇവർ ദർശിക്കുകയാണ്. ഇത് കണ്ട മാത്രയിൽ തന്നെ ദേവന്മാരെല്ലാം പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഈ 6 മുഖങ്ങളും 6 തീഗോളങ്ങളായി മാറി 6 ദിശകളിലേക്ക് പോയി സ്ഥാനമുറപ്പിച്ചു. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, വായുദേവനോടും അഗ്നിദേവനോടുമായി പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 6 തീഗോളങ്ങളെയും വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെ എത്തണമെന്നാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഗംഗയിലേക്ക് എത്തുക, ബാക്കി കാര്യങ്ങളെല്ലാം ഗംഗ നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത്. വളരെ പണിപ്പെട്ട് ഇവർ എവിടെ പോകുന്നു, ഗംഗയിലേക്ക് ഈ തീഗോളങ്ങളുമായി പോകുന്നു, യാത്ര ചെയ്യുന്നു. ഗംഗയുടെ വിരിമാറിലേക്ക് ഈ തീഗോളങ്ങൾ ഇവർ അർപ്പിക്കുന്നു. ഈ തീഗോളങ്ങളെ ഗംഗാദേവി തൻ്റെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച് അതിനെ എവിടെ കൊണ്ടെത്തിക്കുന്നു, ശരവണ പൊയ്ക എന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ശരവണ പൊയ്കയിൽ എത്തിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഗംഗ വഴി മാത്രമേ കഴിയുള്ളൂ, അപ്പോൾ ഗംഗാദേവിക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവരവിടെ കൊണ്ടുവന്ന് വായു ഭഗവാനും അഗ്നിദേവനും കൂടെ അവിടെ കൊണ്ടുപോയി ഈ തീജ്വാലകൾ ഗംഗയിൽ അർപ്പിക്കുന്നത്. അതുവഴി ഗംഗാദേവി അതിനെ ശരവണ പൊയ്കയിലെത്തിക്കുന്നു. അവിടെ കാർത്തിക ദേവതമാർ ചേർന്ന് 6 ദേവതമാർ ചേർന്ന് ഈ താമരപ്പൂവിൽ പരിലസിച്ചിരിക്കുന്ന ഒരു ശിശുവിൻ്റെ രൂപം കൈക്കൊള്ളുന്നു ആ തീഗോളങ്ങൾ ശരവണ പൊയ്കയിലെത്തുമ്പോൾ. അപ്പോൾ ഈ 6 മാതാക്കളുടെ സ്നേഹം ഏറ്റുവാങ്ങി നമ്മുടെ സാക്ഷാൽ ആറുമുഖൻ എന്ന് പറയുന്ന ഭഗവാൻ മുരുകൻ അവിടെ അവതരിക്കുകയും അതുപോലെ തന്നെ ഈ സന്തോഷത്തോടെ ശരവണ പൊയ്കയിൽ ശ്രീ മുരുക ഭഗവാൻ വളർന്നു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഇത്രയൊക്കെ ആയ ഭഗവാന്റെ ബാല്യം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജനനവും ഒക്കെ നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭഗവാനും ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും ചേർന്ന് ശരവണ പൊയ്കയിലേക്ക് വരികയും അവിടെ ദേവന്മാരും ദേവലോകത്തു നിന്നുള്ളവരും സർവ്വ ആൾക്കാരും അവിടെ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഈ മുരുകൻ ഇങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആറുമുഖൻ ഈ ആറ് കുഞ്ഞുങ്ങളായി തന്നെയാണ് ആദ്യം 6 മുഖങ്ങളുള്ള 6 കുഞ്ഞുങ്ങളായി തന്നെയാണ് അവിടെ പരിലസിച്ച് ഈ 6 മാതാക്കളുടെ ഇടയിൽ വളർന്നു വരുന്നത്. പക്ഷേ ശ്രീ പാർവതി ദേവി അവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് ലാളിക്കുമ്പോൾ ഈ 6 മുഖങ്ങളും ചേർന്ന് ഒരു മുഖമായി മാറി എന്നാണ് കഥ പറയുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം 6 കുഞ്ഞുങ്ങളായി അവിടെ കളിച്ചപ്പോൾ ഈ 6 മാതാക്കളുണ്ടല്ലോ, കാർത്തിക ദേവതമാർ, അവർ ഈ 6 കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ വളർത്തി സ്നേഹത്തോടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ പാർവതി ദേവിയും പരമേശ്വരനും ബാക്കി കൈലാസവാസികളും എല്ലാവരും ചേർന്ന് അവിടെ ഈ കുഞ്ഞുങ്ങളെ കാണാനെത്തുന്നത്. ശ്രീ പാർവതി ദേവി ഈ കുഞ്ഞുങ്ങളെ എടുത്ത് ആശ്ലേഷിച്ച് മാതൃഭാവത്തിൽ ഇങ്ങനെ അവരെ തലോടുമ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരു ഏകമുഖമുള്ള ഒരു കുഞ്ഞായി മാറി. അതാണ് ഭഗവതി ആ കുഞ്ഞിനെ തൻ്റെ മടിയിലിരുത്തി ലാളിക്കുന്നു എന്നാണ് കഥ പറയുന്നത്. അപ്പോഴാണ് ഈ 6 മുഖങ്ങൾ ചേർന്ന് ഒരു മുഖമായത്. അപ്പോൾ നമ്മുടെ ഭഗവാൻ മുരുകൻ 6 മുഖൻ എന്നുള്ള ഒരു പേരുമുണ്ട്. 6 പടൈ വീട് എന്നൊക്കെ പറയാറുണ്ട് ഭഗവാനെ കുറിച്ച്. അത് മറ്റൊരു കഥയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന പരിമിതമായ അറിവുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാതൃഭാവമാണ് നമ്മുടെ പാർവതി ദേവിക്കുള്ളത്. അപ്പോൾ മാതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അമ്മ എങ്ങനെയാണ് നമ്മളോടൊക്കെ ഇത്രയും സ്നേഹത്തോടെ, മാതൃസ്നേഹം എന്ന് പറയുന്നത്
നമുക്ക് വില കൊടുത്താൽ എവിടെയും കിട്ടാത്ത ഒരു കാര്യമാണ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മയോളം ആരും തന്നെ ആവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഈ ഭാവം, ഈ ഭഗവതി സ്വരൂപം നമ്മളെ മനസ്സിലാക്കിക്കുന്നു. അപ്പോൾ ആരൊക്കെങ്കിലും അമ്മയും അച്ഛനും ആരെങ്കിലും അമ്മയോടും അച്ഛനോടും മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അമ്മയെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അവസരമായി കാണുക. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നേരിട്ട് പറഞ്ഞ് നമ്മുടെ ക്ഷമാപണം നടത്തുക. ഇനി അവർ നമ്മളോടൊപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ ഒരു ക്ഷമാപണം നമ്മുടെ അമ്മയോട് പറയാൻ നമ്മൾ മറക്കാതിരിക്കുക. ഒപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളാൽ കഴിയുന്ന 1-2 ജീവനുകൾക്ക് ആഹാരം കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ദാനങ്ങൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ 1-2 പേർക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഏതൊരു അമ്മയും സ്വന്തം മക്കളെ എത്രത്തോളം സ്നേഹിച്ചാലും അവർക്ക് മതിയാവില്ല. അവർക്കുള്ളതെല്ലാം അവർ മക്കൾക്ക് നൽകുന്നു. പിൽക്കാലത്തിൽ മക്കൾ അവരെ നോക്കാതെ വരുന്നു എന്നുള്ളത്, മരണാനന്തരം അവർക്കുള്ള ബലികർമ്മങ്ങൾ പോലും ചെയ്യാത്ത എത്രയോ പേരുണ്ട്. ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 ബലി ഇട്ടാൽ മതി, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ബലി മതി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നവരുമുണ്ട്. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. നമ്മൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിന്തകളും ഓർമ്മകളും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം അവർ ജീവിച്ചിരിക്കുന്ന ഒരു സമയം പോലും അവർ നമുക്ക് ഭക്ഷണം തരാതെയോ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നോക്കാതെയോ അവരെ കാര്യം നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ബലിതർപ്പണം ചെയ്തു എന്ന് വിചാരിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും ആത്മാവ് അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ സ്നേഹം എന്ന ആ ഭാവം ഒരിക്കലും വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ, മരണാനന്തര കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്യുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. എല്ലാ ഫ്രണ്ട്സിനു വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നവരാത്രി ആശംസകൾ വീണ്ടും അറിയിക്കുകയാണ്. എല്ലാ ഫ്രണ്ട്സിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണാം. സർവമംഗള മാംഗല്യേ. ലവ് യു ഓൾ.